ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം പുതിയൊരു വീഡിയോ ചെയ്യാൻ പോകണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ റിവ്യൂ ആണ്. നമ്മുടെ ടീമിലുള്ള അല്ലെങ്കിൽ ഈ ഫുട്ബോളിൽ തന്നെ വളരെയധികം അണ്ടർ റേറ്റഡ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ പറ്റിയുള്ള റിവ്യൂ ആണ്. ഇപ്പോൾ ഈ പ്ലെയർ നിങ്ങളുടെയൊക്കെ സ്ക്വാഡിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് പലരും സ്ക്വാഡിലുണ്ടായിരിക്കാം, പലരും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അത് യൂസ് ചെയ്യാൻ കണ്ടിട്ടുള്ളൂ. വളരെയധികം എബിലിറ്റീസ് ഉള്ള, വളരെ എന്താ പറയുക, നിങ്ങൾ കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. പുള്ളിയുടെ ചില മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ പൊസിഷനിങ്, ഗോൾ സ്കോറിങ്, എവറിത്തിങ് ഈസ് അൺറിയൽ. നിങ്ങൾ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്ലെയേഴ്സ്. അപ്പോൾ അങ്ങനെ ടൈപ്പ് ഓഫ് ഒരു പ്ലെയറെ പറ്റിയുള്ള റിവ്യൂ ആണ്. അപ്പോൾ അത് വേറെ ആരല്ല, നമ്മുടെ ഗെയിമിലെ ബർബറ്റോവിൻ്റെ ഒരു കാർഡിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഈ പുള്ളിനെ കിട്ടിയത് നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ട്രഷർ ലിങ്കിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാർഡാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കളിപ്പിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരു 2 CF എന്നുള്ള രീതിയിലാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ എന്നാലും നല്ലൊരു ടീമിനെതിരെ വരുമ്പോൾ റണ്ണെടുക്കുന്നില്ല, ത്രൂ ബോൾസിനൊന്നും റണ്ണെടുക്കുന്നില്ല, വിചാരിച്ച പോലെ ഗോൾ സ്കോർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നല്ല അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്ലേ ഞാൻ ചെയ്തുകൊണ്ട് വേറെ നല്ല സേഫിനായിട്ട് ഇപ്പോൾ ഞാൻ പുള്ളീനെ ഞാൻ ടീമിൽ ഇറക്കാണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈല് റെഡിക്ക് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡീപ് പ്ലേയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ പ്ലേയിങ് സ്റ്റൈൽ എന്താണ്, റെഡിക്ക് എന്താണ്, ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയർ എന്താണ് ചെയ്യേണ്ടത്, പുള്ളിയുടെ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ആ ഒരു പ്ലെയർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ആ ഒരു പൊസിഷനെ പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. CF എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ത്രൂ ബോൾ കൊടുക്കുമ്പോൾ ഓടുക, അല്ലെങ്കിൽ ഗോൾ അടിക്കുക, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു CF എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പൊസിഷൻ, ഡീപ് പ്ലേയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ, അതെത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഗെയിമിൽ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറുടെ റോൾ എന്താ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. ഒരു റിയൽ ഗെയിമിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഞാൻ പുള്ളിനെ കൊണ്ടും കളിപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയർ എങ്ങനെ പെർഫോം ചെയ്യും, അതിനെയൊക്കെ പറ്റി കൂടുതൽ ഞാൻ റിസർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡീപ് പ്ലേയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു പ്ലേയിങ് സ്റ്റൈൽ എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഡീപ് പ്ലേയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു CFനെ പോലെ എപ്പോഴും റൺ എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ത്രൂ ബോളിന് ഓടുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പ്ലെയർ അല്ല. ഡീപ് പ്ലേയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ്, എന്താ പറയുക, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിൻ്റെയും ഒരു സെൻറ്റർ ഫോർവേഡിൻ്റെ ഒരു മിക്സ്ചറാണ്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ എപ്പോൾ നോക്കിയാലും ഒരു ഫ്രീ ആയിട്ട് നിൽക്കുക, പാസസ് റിസീവ് ചെയ്യുക, ഇതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും മെയിൻ ഡ്യൂട്ടി. എപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കുക, ഡിഫൻസിൻ്റെ ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുക, പാസസ് റിസീവ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് കളി ബിൽഡ് ചെയ്യുക, ഇതാണ് മെയിൻ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗോൾ സ്കോർ ചെയ്യുന്ന പ്ലെയർ ആയിരിക്കില്ല. ടീമിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കൈൻഡ് ഓഫ് പ്ലെയർ ആയിരിക്കും. അതാണ് ഈ ഒരു പ്ലെയറുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു CF പൊസിഷനിൽ കളിച്ചിട്ട് ഒരു പ്ലേ മേക്കറുടെ ഡ്യൂട്ടിയും കൂടിയും ചെയ്യുക. അതൊരു എന്താ പറയുക, വളരെ യുണീക്കായിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈലാണ്. അത് കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നൊരു പ്ലെയറും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ പുള്ളിനെ കളിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളെപ്പോൾ നോക്കിയാലും ആ ഒരു സെൻറ്റർ ഫോർവേഡായിട്ടാണ് കളിപ്പിക്കേണ്ടത്. അപ്പോൾ സെൻറ്റർ ഫോർവേഡ് ഏരിയയിൽ നിങ്ങൾ ഒരു പാസിങ് ഗെയിം കളിക്കുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡാണ്. അപ്പോൾ പുള്ളിക്ക് എപ്പോൾ നോക്കിയാലും നിങ്ങൾ പാസ് കൊടുക്കുക. ഞാൻ ഗെയിം പ്ലേ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പ്ലേ ചെയ്യേണ്ടത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോൾ നോക്കിയാലും പാസസ് റിസീവ് ചെയ്യാനായിട്ട് പുള്ളി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പുള്ളിക്കൊരു പാസ് കൊടുക്കുക, ആ പാസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുള്ളിയുടെ പാസ് കിട്ടി കഴിഞ്ഞാൽ മറ്റുള്ള വിങ്ങേഴ്സൊക്കെ തന്നെ റണ്ണെടുക്കണം നമുക്ക് കാണാൻ പറ്റും. ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ റോമിങ് ഫ്ലാങ്കുള്ള വിങ്ങേഴ്സിനാണ് ഉണ്ടാറ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് റണ്ണെടുക്കും, അല്ലെങ്കിൽ ഒരു സെൻറ്റർ CMF ഓട്ടോമാറ്റിക്കായിട്ട് ബോൾ വീണ്ടും ഒരു 1-2 കളിക്കാൻ വേണ്ടി പുള്ളിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ പറയുക, ടോട്ടലി ഒരു ഗെയിം കൺട്രോൾ, നമ്മുടെ മോസ്റ്റ് ഓഫ് ദ അറ്റാക്ക് പുള്ളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അങ്ങനത്തെ ഒരു ഗെയിം കളിക്കാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കാർഡില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫുട്ബോൾ തന്നെ നിങ്ങൾ കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ മാറ്റാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് കാർഡാണ് പുള്ളിയുടെ. അപ്പോൾ നമ്മൾ ഗെയിം പ്ലേ നമ്മൾ
ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പുള്ളിയുടെ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെന്താ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഞാനൊരു ഡിവിഷൻ മാച്ച് കളിച്ചതിൻ്റെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം.